റേഡിയേറ്ററിൻ്റെ പൈപ്പ് ഒന്ന് പൊട്ടി. ഓക്കെ. അതൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു. പറഞ്ഞു കൊടുത്തു. അവർക്ക് ആ ലോക്കൽ ലാംഗ്വേജ് അല്ലാതെ അവർക്ക് ഒരു ഭാഷ അറിയില്ല. അപ്പോൾ ഇറാനിലെ എൻ്റെ ഫ്രണ്ട്സ്, നമുക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഡോണ്ട് കം ടു ഇറാൻ നൗ എന്നാണ്. ആ സമയത്ത് അവളൊരു കേക്ക് ഉണ്ടാക്കി തന്നു. ആ കേക്കിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ലണ്ടൻ ടവറിൻ്റെ ഒരു ഡിസൈനിലും ഐക്കോണിക് ആയിട്ടുള്ള പല രാജ്യങ്ങളുടെയും ടവറുകൾ വെച്ചുകൊണ്ട് ഒരു 85 രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 85 കൺട്രീസ് നമ്മൾ കവർ ചെയ്തു. അതിൽ ലാസ്റ്റ് പോയതാണ് ഈ ഓവർലാൻഡ് ട്രിപ്പ്. മൈൽസ് ടു ഗോ എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. 18,500 കിലോമീറ്ററോളം ഞങ്ങൾ ഇപ്പോൾ സിംഗിൾ ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടായിരത്തി 3 പേരുമായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് ദുബായിൽ 2 147 പേർ ജോലി ചെയ്യുന്നു. ജോലി ആവശ്യങ്ങൾക്കായി തുടങ്ങിയ യാത്ര പിന്നീട് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. 85 രാജ്യങ്ങളിലധികം യാത്ര ചെയ്ത ഏറെ പ്രിയപ്പെട്ട മിർഷാദ് മൂപ്പൻ, സ്വാഗതം. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇക്കാര്യം തന്നെയാണ്. കാരണം 26 രാജ്യങ്ങൾ, യൂറോപ്പിലെ 26 രാജ്യങ്ങൾ കവർ ചെയ്തു. അതും റോഡ് മാർഗം യാത്ര ചെയ്തിട്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു യാത്രയ്ക്കൊരു പ്രചോദനം ഉണ്ടായത്? എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയതെങ്കിലും പിന്നീട് അതൊരു ക്രേസായി മാറുകയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 85 രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 85 കൺട്രീസ് നമ്മൾ കവർ ചെയ്തു. അതിൽ ലാസ്റ്റ് പോയതാണ് ഈ ഓവർലാൻഡ് ട്രിപ്പ്. മൈൽസ് ടു ഗോ എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അതിലേക്ക് വരുമ്പോൾ കൂട്ടുകാരുമായിട്ട് പോവാൻ തീരുമാനിച്ചൊരു യാത്രയാണ്. പിന്നീട് ഒരു കോവിഡിന് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചൊരു യാത്രയായിരുന്നു മൈൽസ് ടു ഗോ എന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ ഒരു യാത്രക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, സഞ്ചാരി എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പരിചയപ്പെട്ടിട്ടുള്ള 4 ഫ്രണ്ട്സ് കൂടിയിട്ട് ഞങ്ങൾ 2019 പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഈ ട്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്കത് സാധിച്ചില്ല. കോവിഡൊക്കെ വന്നുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തു. പിന്നീട് കുടുംബം ഒത്തിട്ട് യാത്ര പോകാൻ തീരുമാനിച്ചത് മകൾ ഒരു ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കി തരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? അത് സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു ഒരു ഫെഡപ്പായി നിൽക്കുന്ന സമയത്ത്, യാത്ര പോകാൻ പറ്റാതെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ടായത്. ആ സമയത്ത് അവളൊരു കേക്ക് ഉണ്ടാക്കി തന്നു. ആ കേക്കിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ലണ്ടൻ ടവറിൻ്റെ ഒരു ഡിസൈനിലും ഐക്കോണിക് ആയിട്ടുള്ള പല രാജ്യങ്ങളുടെയും ടവറുകൾ വെച്ചുകൊണ്ടൊരു കേക്കാണ് അവൾ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ലണ്ടനിൽ ഞാൻ അന്ന് അവൾ ചെറിയ കുട്ടിയാണ്, അപ്പം 6 വർഷം മുമ്പല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിന്നെയും കൊണ്ടേ പോവുള്ളൂ, ലണ്ടനിൽ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്നൊരു ഉറപ്പ് കൊടുത്തൊരു ഉറപ്പാണ് ഞാൻ ലണ്ടനിൽ പോകുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടേ പോവുള്ളൂ. ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഈവൻ ഇപ്പം ഞാൻ അയർലൻഡിൽ പോയ സമയത്ത് പോലും ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അയർലൻഡിൽ പോയപ്പോഴും അവരൊക്കെ ലണ്ടനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല ലണ്ടനിലേക്ക്, ഞാൻ തിരിച്ച് അയർലൻഡിൽ നിന്ന് തിരിച്ചു പോന്നു. അവർ ലണ്ടനിൽ പോയി 2 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലണ്ടൻ ഞാൻ ഫാമിലി ആയിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എപ്പോഴായിരുന്നു യാത്ര? യുഎയിൽ നിന്ന് എങ്ങനെയാണ് യാത്ര പോയത്? ദുബായിൽ നിന്ന് ഞങ്ങൾ ഇറാൻ വഴി ടർക്കി, പിന്നെ അവിടുന്ന് ബാൽക്കൻ കൺട്രീസ്, അതായത് പിന്നെ നോർത്ത് മാക്കഡോണിയ, അൽബേനിയ, കൊസോവോ, മോണ്ടിനാഗരോ, ക്രൊയേഷ്യ, അങ്ങനെ കവർ ചെയ്ത് കോസ്റ്റൽ ഏരിയ കവർ ചെയ്തിട്ട് നേരെ യൂറോപ്പിലോട്ട്. ഇത് യൂറോപ്യൻ ഷെങ്കൻ കൺട്രി ആണെങ്കിൽ നോൺ ഷെങ്കൻ കൺട്രീസാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഷെങ്കൻ കൺട്രീസിലോട്ട് പോയി. പിന്നെ അവിടുന്ന് സ്കോട്ട്ലാൻഡ്. ഇതായിരുന്നു ഫസ്റ്റ് ഫേസ്. പിന്നെ ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് തിരിച്ച് ബൈ ഫ്ലൈറ്റിൽ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം എൻ്റെ വണ്ടി അവിടെ ആയിരുന്നു, ഞങ്ങൾ വെച്ചിട്ട് ഫ്ലൈറ്റിനുള്ള തിരിച്ചു പോകും. പിന്നെ വണ്ടി തിരിച്ച് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും നോർവേ ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ചിട്ട്, അത് സിംഗിൾ, ഞാനും വേറൊരു ഫ്രണ്ടും കൂടിയാണ് പോയത്. നോർവേ കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോർവേ കവർ ചെയ്ത് തിരിച്ചു പോകും. ഈ യാത്രക്കിടെ ടർക്കിൽ വെച്ചിട്ടൊരു അനുഭവം ഉണ്ടായില്ല? ഒരു കാട്ടിൽ പെട്ടു പോകുന്നു വണ്ടി. അത് യാത്രയിൽ ഇപ്പം നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട് യാത്ര സേഫ് ആയിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുള്ളത് നിങ്ങളിങ്ങനെ പോയപ്പോൾ യാത്ര നല്ല സേഫ് ആയിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വണ്ടിയുടെ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് തുർക്കിയിൽ സമാസാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ഞങ്ങളിങ്ങനെ ഒരു മോർണിംഗ്, തുർക്കി വരെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ യാത്രയിൽ. അപ്പം ഞങ്ങൾ അവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ഒരു ഏർലി മോർണിംഗ് ഡ്രൈവ് ഒരു ഫോറസ്റ്റിലോട്ട് പോയതായിരുന്നു. അപ്പോഴേ ഇതേപോലെ വണ്ടിയുടെ ഒരു റേഡിയേറ്ററിൻ്റെ പൈപ്പ് ഒന്ന് പൊട്ടി. അതൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് ഒന്നും ചെയ്യാനില്ല അവിടെ. പിന്നെ റിക്കവറി പോലും കിട്ടാത്ത, ഒരു റേഞ്ച് പോലും ഇല്ലാത്തൊരു സ്ഥലത്തുമായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒരു വീട് അവിടെ കണ്ടപ്പോൾ അവരിങ്ങനെ ഇറങ്ങി വന്ന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ ആംഗ്യ ഭാഷയൊക്കെ വെച്ച് പറഞ്ഞു കൊടുത്തു. അവർക്ക് ആ ലോക്കൽ ലാംഗ്വേജ് അല്ലാതെ അവർക്ക് ഒരു ഭാഷ അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ അവരുടെ ഹസ്ബൻഡിനെയും കൂട്ടി വന്നിട്ട്
നമ്മുടെ വണ്ടി അവർ ശരിയാക്കി തരുക ചെയ്തു. ഓക്കെ. അത് ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, വിത്ത് ഫാമിലിൻ്റെ കൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ വന്ന് ആ ചെയ്തു തന്നത് എന്തുകൊണ്ടോ ഒരു ദൈവം നമുക്ക് പെട്ടെന്ന് വന്ന് അങ്ങനെ ഒരു സംഭവം കാണിച്ചു തന്നത് പോലെ ഒരു തോന്നി. കാരണം അവർ വന്ന് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ പൊട്ടിയ പാർട്സ് അയാളുടെ വീട്ടിലത്തെ വാക്വം ക്ലീനറിൻ്റെ പൈപ്പ് എടുത്തിട്ട് കട്ട് ചെയ്ത് അത് ജോയിൻ ചെയ്ത് നന്നായി. കമ്പിയിട്ട് കെട്ടി വെള്ളം വീണ്ടും റീഫിൽ ചെയ്ത് അതപ്പോഴും ഒരു 7-8 മണിക്കൂർ ഞങ്ങളവിടെ ഈ ഒരു പ്രോസസ്സ് എടുത്തു. ആ സമയത്ത് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഫുഡും എല്ലാം അവർ തന്നു. ഒരു ചെറിയ വീടാണ്, അതായത് ഒരുപാട് പിന്നെ ലക്ഷറി ആയിട്ടുള്ള ആളുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ള ആളുകളൊന്നുമില്ല. അപ്പോൾ അത്രയും നമുക്ക് ഒരു പരിചയമില്ലാത്ത നമ്മളെ അവർ സഹായിച്ചത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുത്തു പോകുന്ന ഒരു സ്റ്റൈലാണല്ലോ നമ്മുടെ സാധാരണ. പക്ഷെ അവർ കൂടെ നിന്ന് ആ വണ്ടി അവിടെ നിന്ന് റിക്കവറി ചെയ്ത് ടൗണിലേക്ക് എത്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ആക്കി തന്നു. അപ്പോഴേക്കാണ് ഫ്രണ്ട്സ് ഒരു ഗ്യാരേജിൽ നിന്ന് ആളെ വിളിച്ചു കൊണ്ടുവരുന്നുള്ളൂ. അത്രയും സമയം കൊണ്ട് അവരത് നന്നാക്കി നന്നാക്കി തന്നു. ഇത് ഒരുപാട് തവണ മാറ്റിവെച്ച യാത്ര. എനിക്ക് തോന്നുന്നു കോവിഡിന് മുൻപ് പ്ലാൻ ചെയ്തതാണ് ഫ്രണ്ട്സുമൊത്ത്. മാത്രമല്ല യാത്ര പുറപ്പെടുന്നതിന് മുൻപാണ് ഇറാൻ ഇഷ്യൂ ഒക്കെ ഇവിടെ വന്നത്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ മീൻസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടും ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ യാത്ര പോകാൻ പറ്റി എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു സക്സസ്. എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ? കോവിഡ് സമയത്ത് പ്ലാൻ ചെയ്തു, പിന്നെ നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? കോവിഡ് സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്ന് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നീട് എല്ലാവരും പല കാരണങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്തു. പിന്നെ 4-5 വർഷം നമ്മൾ അതങ്ങനെ ആ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ ഒരിക്കലും വിട്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഫ്ലൈറ്റിന് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ബൈ റോഡ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ അവിടെ ഇങ്ങനെ പെൻഡിങ് വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അന്ന് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു പിന്നെ പ്ലാനിങ്ങിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് തബ്സീർ എന്ന് പറഞ്ഞിട്ട്. അവളും നല്ല യാത്ര ചെയ്യാൻ ഇഷ്ടപോലെ, ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. തബ്സീറെ വിളിച്ചാൽ പറഞ്ഞു, തബ്സീർ നമുക്കിങ്ങനെ പഴയ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്, പ്രാവശ്യം ഞാൻ ഫാമിലി ആയിട്ടാണ് പോകുന്നത്, നീ ഉണ്ടെങ്കിൽ വന്നു പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ഫാമിലി ഓൾമോസ്റ്റ് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കല്യാണം വീട്ടിലൊരു റിലേറ്റീവിൻ്റെ കല്യാണം ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് വരാൻ ബുദ്ധിമുട്ടാകും. ഞങ്ങളുടെ കോമൺ ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, അവനക്കും താല്പര്യമുണ്ട്, അപ്പോൾ നമുക്ക് അവനെ കൂട്ടി പോവാം. അങ്ങനെ അവർ രണ്ടുപേരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഞാൻ ഫാമിലി ആയിട്ടും പ്ലാൻ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഒരു ഏപ്രിൽ എൻഡ് ഓടിയിട്ടാണ് ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ വെക്കേഷനിൽ പോകണമെന്ന് അപ്പോഴേക്കും ഫാമിലിക്ക് വിസക്ക് കൊടുത്തപ്പോഴേക്കും ഒരു 45 ഡേയ്സോളം വിസ പ്രോസസ്സ് എടുത്തു. കാരണം ആ സമയത്ത് ഷെങ്കൻ വിസയുടെ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റഷുള്ള സമയമാണ്, വെക്കേഷൻ സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തത് ഫാമിലിക്ക് നെതർലാൻഡ് വിസയാണ് അപ്ലൈ ചെയ്തത്. അതൊരു 45 ഡേയ്സ് എടുത്തു. അപ്പോഴേക്കും ജൂലൈ പിന്നെ അവർ ഇഷ്യൂ ചെയ്തത് ഫാമിലിക്ക് 45 ഡേയ്സിൻ്റെ വിസ ചെയ്തത്. എനിക്ക് ഓൾമോസ്റ്റ് 5 ഇയേഴ്സിൻ്റെ വിസ ഉണ്ട്. അവർക്ക് കിട്ടിയതും ഇതേപോലെ തന്നെ 90 ഡേയ്സിൻ്റെ വിസയും ഒക്കെയാണ് കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് പിന്നെ അവരുടെ ലീവും അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ തുർക്കി വരെയാണ്. പിന്നെ ഞങ്ങൾ തുർക്കിയിൽ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തതാണ്. പിന്നെ അവർക്കൊരു 15 ഡേയ്സ് അവർക്ക് പ്ലാനിങ്ങിൽ, കാരണം ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. ഞങ്ങൾ 2 മന്ത്സിൻ്റെ പ്ലാൻ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിൽ 1 മന്ത് വിസ വെയിറ്റിങ്ങും പിന്നെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഇറാൻ ഇഷ്യൂസ് ഉണ്ടായത്. അപ്പോൾ ഇറാനിലെ എൻ്റെ ഫ്രണ്ട്സ്, നമുക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരെന്നെ പറഞ്ഞു ഡോണ്ട് കം ടു ഇറാൻ നൗ എന്നുള്ള മെസ്സേജാണ്. ഈവൻ പോകുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാനൊന്ന് കൺഫർമേഷൻ കൊടുക്കുമ്പോഴേ അവർ പറയുന്നത് ഡോണ്ട് കം എന്ന്. പക്ഷേ നമ്മുടെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്തെന്ന് വന്നാലും വേണ്ടില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയാൻ. ഇത് ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്കത് ഡിലേ ആവും. അതുകൊണ്ട് നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും മാറിക്കൊടുക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും ദൂരം ഏകദേശം എത്ര കിലോമീറ്റർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള? 18,500 കിലോമീറ്ററോളം ഞങ്ങൾ ഇപ്പോൾ സിംഗിൾ ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. വൈഫ് ഡ്രൈവ് ചെയ്യും, പക്ഷേ എന്നാലും പുള്ളിക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഒരു ടീം വർക്ക് ആയിട്ടാണ് നമ്മളിത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഐക്കണിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട് തിരിച്ചു വരിക എന്നുള്ളതല്ലല്ലോ ട്രിപ്പ്. നിങ്ങൾ എല്ലാവരും കൂടി പോകുന്നു, ക്യാമ്പ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ട്രാവലും ടൂറിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം പോലെയാണ്. ടൂറിസ്റ്റ് ഇപ്പോൾ നമ്മളെപ്പോഴും ടൂറിസ്റ്റുകളെ കാണാറുണ്ട്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് ഇപ്പോൾ പോകുന്നു, അവിടെ കാണുന്നു, അല്ലെങ്കിൽ ആ ടൂറിസ്റ്റ് ഏരിയയിൽ പോയിട്ട് ആ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് മാത്രമേ കാണുന്നു. ഒരു ട്രാവലർ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യുന്ന ഒരാൾ എസ്പെഷ്യലി ബൈ റോഡ്, നമ്മൾ ആ രാജ്യത്തിൻ്റെ കൺട്രി സൈഡിൽ കൂടി, കോസ്റ്റൽ സൈഡിൽ കൂടി വളരെ എന്താ പറയുക
മിനിമൈസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ അവിടുത്തെ യഥാർത്ഥ രൂപം നമുക്ക് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ യു എയെ കുറിച്ച് പറയുകയാണെങ്കിൽ യു എയിലേക്ക് ഇപ്പോൾ ഒരു ടൂറായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു യു എ അറിഞ്ഞ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ റോഡ് തന്നെ ബൈ യാത്ര റോഡ് തന്നെ ചെയ്യും. നമ്മൾ യാത്ര ടൂറിസ്റ്റ് ആയിട്ട് ഒരാൾ ദുബായിൽ വരികയാണെങ്കിൽ ആൾ കാണുന്നത് ബുർജ് ഖലീഫയും പിന്നെ അങ്ങനത്തെ ഐക്കോണിക് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളായിരിക്കും കാണുന്നത്. പക്ഷേ ബൈ റോഡ് വരുന്ന ഒരാളായിരിക്കും ചിലപ്പം അൽകുദ്ര പോലത്തെ സ്ഥലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആള് ബൈ റോഡ് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നമ്മുടെ ട്രിപ്പിലത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഒരു 60 ദിവസത്തിൽ 5 to 6 days മാത്രമാണ് ഞങ്ങൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞങ്ങളുടെ ക്യാമ്പിങ് വണ്ടിയിൽ തന്നെ ആയിരുന്നു. ഈ 4 പേരും നമ്മൾ വണ്ടിയിൽ ക്യാമ്പിങ് ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു പോയിരുന്നത്. വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുക, അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അതുപോലെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സെൽഫ് കുക്കിംഗ് ആയിരുന്നു. ഫുഡിൻ്റെ അലർജീസോ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ യാത്രയിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആളുകൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രശ്നം ഭക്ഷണമാണ്. നമുക്കറിയാത്ത സ്ഥലങ്ങളിൽ ചെന്ന് പല ഭക്ഷണങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് വയറിന് പിടിച്ചോളന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൽഫ് കുക്കിംഗ് തന്നെയായിരുന്നു. ഇങ്ങനെ ഇത്ര യാത്രകൾ ഇപ്പോൾ ഫാമിലി ബോണ്ടിങ് കൂട്ടാൻ വളരെയധികം സഹായകരമായിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത്. കാരണം നമ്മൾ കുറച്ച് അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളെ സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്തത് പോലുള്ള ഒരു ഫീലാണെന്ന് പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. ഇത് നമ്മൾ താമസിക്കുന്നതും അപ്പം നമ്മളിപ്പോൾ ബിസിനസ് ആണെങ്കിലും ദുബായിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും രാവിലെ നമ്മൾ ഓഫീസിലോട്ട് പോകുന്നു, വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഫാമിലി കൂടെ ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. ഈ ഓവർലാൻഡ് ട്രിപ്പിൽ ഞങ്ങളുടെ ഇതിൽ 24/7 നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇതൊരു ടീം വർക്കായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരാൾ നമ്മുടെ GPS ലൊക്കേഷൻസ് നോക്കുന്നുണ്ട്, സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, ഒരാൾ ഈവനിങ് ആകുമ്പോഴേക്കും താമസിക്കാനുള്ള ലൊക്കേഷൻസ് കണ്ടുപിടിക്കണം, വൈകിട്ട് കുക്കിംഗ് ചെയ്യാനുള്ള പ്ലാനിങ് അത് ഒരാൾ ചെയ്യണം, പിന്നെ ടെൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ള. അപ്പോൾ ഇതെല്ലാം ഒരു ടീം വർക്കായിട്ട് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് മിങ്കിൾ ചെയ്യാണ്. അങ്ങനെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ UK നിൽക്കുന്ന സ്കോട്ട്ലാൻഡ് പോകുന്ന സമയത്ത് ഒരു ക്യാമ്പിങ് ഏരിയയിൽ മോൻ പറഞ്ഞിട്ടുണ്ട് എന്തോ സമയത്ത് ഷോൾഡർ കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഞങ്ങൾ നീങ്ങി കിട്ടും. അത് ആ ഒരു സ്റ്റൈല് ഫ്രണ്ടിനോട് പറയണ മാതിരി ഒരു സ്റ്റൈൽ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഈ പറയണതെന്ന് ചോദിച്ചാൽ ഞാൻ ക്ലാസ്സിലാണെന്ന് വിചാരിച്ചത്. അത്രയും മിങ്കിളായിട്ട് വർക്ക് ചെയ്യുക ഒരു അതെ നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അവിടെ കിട്ടുന്നുണ്ട് കുട്ടികളെ ഫാമിലിയായിട്ട്. പിന്നെ അവർക്ക് അതുകൊണ്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് നമ്മളോട് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ, എന്ത് കാര്യങ്ങളും സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഫ്രീഡം അവർക്ക് നമ്മളെടുത്തിട്ടുണ്ട്. ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടി കൂടുതൽ. പിന്നെ ഈ ഒരു യാത്രകൾ നൽകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ പ്രായമാണ്, കൂടുതൽ ആളുകളെ കാണുന്നു. അത് എത്രത്തോളം അവരുടെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എങ്ങനെയാണ് അങ്ങനെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ, അവർക്ക് അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ട്രിപ്പ് കഴിയുമ്പോൾ കാരണം എൻ്റെ മക്കൾ എനിക്കറിയാം ട്രിപ്പ് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അവരിൽ നിന്നിട്ടുള്ള മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ അവർക്ക്. അത് അങ്ങനെ പെട്ടെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അത് അവർ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളും ബിഹേവിയറിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഡിവൈസിൽ നിന്ന് മാറിയ ആളുകൾ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോവിഡിന് ശേഷം ആളുകൾ കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. 85 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യു എയിലാണെങ്കിൽ സഞ്ചാരി എന്ന കൂട്ടായ്മയുടെ ഭാഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം പലരും ചിലപ്പോൾ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, പലരുടെയും കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ അതിലുള്ള യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകളും കൂടുതൽ യാത്ര ചെയ്യാൻ എങ്ങനെയാണ് പ്രചോദനമാവുന്നത്? നമ്മൾ ചെറിയ നമുക്ക് എല്ലാവർക്കും വലിയ ട്രിപ്പുകൾ ചെയ്തോളണം നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ സഞ്ചാരിയെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ ചെറിയ ട്രിപ്പുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ യു എയിൽ തന്നെ ഒരുപാട് ആളുകൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ ഇതുപോലെ ഗ്രൂപ്പുകളായിട്ട് പോകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ ഇപ്പോൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ പോകാറുണ്ട്. ഇതൊന്നും ഒരു ട്രാവലേഴ്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ട്രാവലർ കമ്പനി ചെയ്യുന്നത് പോലെ ഒരു ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. എല്ലാവരും ജോലിക്കാരാണ്. അവരായിട്ടുള്ള സമയം കണ്ടെത്തിയിട്ട് പോകുന്ന, ഫ്രീ ആയിട്ട് ഒരു വളണ്ടിയർ ചെയ്തതുപോലെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് യാത്ര പോകണം നമുക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എങ്ങനെയെങ്കിലും അതിന് സമയം കണ്ടെത്തി പോകും എന്നുള്ളതാണ്. പിന്നെ പ്ലാനിങ് ഒരുപാട് പ്ലാനിങ് ചെയ്താൽ മാത്രമേ ചെറുതായിട്ട് പോകാൻ പറ്റുള്ളൂ. കുന്നോളം എന്നുണ്ടെങ്കിൽ കുഞ്ഞിക്കുരുവോളം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഈ 85 രാജ്യങ്ങളിലെ യാത്ര ചെയ്തു. ഇപ്പോൾ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാതെ പോകുന്ന ആളുകൾ കുറേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ടൊക്കെ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്ത് പോകുന്നത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി? യൂറോപ്പിലോട്ട് പോകുന്നത് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. കാരണം നമുക്ക് ഇൻഷുറൻസ് അത് വലിയൊരു ഇതാണ്. പിന്നെ പെട്രോൾ എക്സ്പെൻസ് അത്യാവശ്യം നമ്മൾ
അതുകൊണ്ടാണ് ആളുകൾ ഇവിടുന്ന് ഫ്ലൈറ്റിലോട്ട് പോയി തിരിച്ചു പോരുന്നത്. വരുന്നത്. പക്ഷേ ഇപ്പം തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഇറാൻ. ഇപ്പം അസർബൈജാൻ, ജോർജിയ, ഇവിടെയൊക്കെ നമുക്ക് സാധാരണ ആളുകൾ ചൂസ് ചെയ്യുന്നത് ബൈ ഫ്ലൈറ്റ് പോകുന്നു, 3 hours കൊണ്ട് പോയി തിരിച്ചു വരാൻ പറ്റും. പക്ഷേ ഇതേ സ്ഥലം നമുക്ക് ബൈ റോഡ് വളരെ സിമ്പിളായിട്ട് പോയി വരാൻ പറ്റും. പക്ഷേ ആ സമയം എടുക്കും. ലാൻഡ് ബൈ റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അധികം കൂടുതൽ സമയം എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ അതാണ് സമയം കുറവുകൊണ്ടാണ് ആളുകൾ എപ്പോഴും ഫ്ലൈറ്റിന് പോയി തിരിച്ചു വരുന്നത്. പക്ഷെ അത് ആളുകൾക്ക് കൺവീനിയൻ. നമ്മളെ സംബന്ധിച്ചോളം സമയമാണ് വലുത്. ചില ആളുകൾക്ക് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സമയം കണ്ടെത്താവുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓവർലാൻഡിങ് ആണ് എപ്പോഴും. ഓവർലാൻഡിങ് ആണ്. ഇപ്പോൾ UAE സംബന്ധിച്ച് നമ്മൾ ദുബായെ സംബന്ധിച്ച് എപ്പോഴും പറയാറുണ്ട് ഇതൊരു ഹബ്ബാണ്. ദുബായ് എന്ന് പറയുന്നത് എല്ലാവർക്കും വന്നു പോകാനുള്ള ഒരിടമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം സൗദിയിലാണെങ്കിലും ഇപ്പോൾ ഒമാൻ സലാല സ്ഥിരമായിട്ട് ആളുകൾ ബൈ റോഡ് വഴി പോകുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും യാത്രകൾ നടത്തിയിട്ടുണ്ടോ? സലാലയിൽ പോയിട്ടുണ്ട്. നമ്മൾ GCC അതുപോലെ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ട്. ബൈ റോഡ് പോയിട്ടുണ്ട്. സലാലയിലാണെങ്കിലും സൗദിയിലും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ബൈ റോഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 85 രാജ്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ബൈ റോഡ് പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അതിൻ്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ്? ഇപ്പോൾ കാറിൻ്റെ പാസ്പോർട്ട് എന്നാണ് കാർനെറ്റ്. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വം എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് വണ്ടിയുമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. UAE എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ? വണ്ടിയുടെ മുകളിൽ നമുക്ക് ഫൈനാൻസ് ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വണ്ടിയുടെ മുകളിൽ ഫൈനാൻസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ ഒരു കാർനെറ്റ് നമ്മൾ ഉണ്ടാക്കണം. അതിന് ഇവിടെ ടൂറിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് അവരാണ് ഇതിൻ്റെ ATA കാർനെറ്റ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി. ദുബായ് ടൂറിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഓർഗനൈസേഷനാണ് അത്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 2000 dirhams ആണ്. അതിൻ്റെ സർവീസ് ഫീ എന്ന് പറയുന്നത് അത് നോൺ റീഫണ്ടബിൾ ആണ്. ഓൾമോസ്റ്റ് അത്രയും വരും. പിന്നെ അതിന് നമ്മൾ 40,000 dirhams നമ്മൾ അതിന് ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അത് ഏഷ്യൻ രാജ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് 40,000. ഓരോ രാജ്യത്തിനും ഓരോ ഫീസാണ്. അപ്പോൾ അത് യൂറോപ്പ് മാത്രമേ പോകുന്നു. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്യും, വണ്ടി ഷിപ്പ് ചെയ്ത് യൂറോപ്പ് കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവ് ചെയ്യാം. അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് 2000 dirhams ഡെപ്പോസിറ്റ് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇറാൻ എന്ന് പറയുന്നത് ഏഷ്യൻ ഇതിൽ വരുന്നതുകൊണ്ട് ഏഷ്യൻ കൺട്രി നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 40,000 dirhams ഡെപ്പോസിറ്റും കൊടുക്കണം. 100,000 dirhamsന്റെ ചെക്ക് കൊടുക്കണം നമ്മൾ ഗ്യാരണ്ടി ആയിട്ട്. അതൊരു ഡെപ്പോസിറ്റ് ചെയ്യില്ല. നമുക്ക് ആ കാറിനിട്ട് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് നമുക്കത് റീഫണ്ട് ചെയ്യും. ആ ചെക്കും തിരിച്ചു വരും. ഈ 40,000 dirhamsും നമുക്ക് തിരിച്ചു സർവീസ് ഫീ ആണ്. ഈ 2,000 dirhams സർവീസ് ഫീ അത് തിരിച്ചു കിട്ടില്ല. പിന്നെ നമ്മളതിൽ കാർനെറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാർനെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ അതിന് എൻട്രിയും എക്സിറ്റും വേണം. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണോ ചെല്ലുന്നത് അവിടെ എൻട്രി മസ്റ്റായിട്ട് നമ്മളതിൽ രേഖപ്പെടുത്തണം. പിന്നെ അതേപോലെ തന്നെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും എൻട്രി ഇല്ല എന്നുണ്ടെങ്കിൽ ചില രാജ്യത്തൊന്നും കാർനെറ്റ് അപ്ലിക്കബിൾ അല്ല, അവർ അക്സെപ്റ്റബിൾ അല്ല. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് നമ്മുടെ കാറിൻ്റെ രജിസ്ട്രേഷൻ കാർഡ് മാത്രം മതി. അപ്പോൾ അത് വെച്ച് അവർ നമ്മളെ അലോ ചെയ്യും ആ രാജ്യത്തോട്ട് കിടക്കാൻ. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മളവിടെ എൻട്രി വരുന്നില്ല. ആ സമയത്ത് അപ്പോൾ എക്സിറ്റിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും രാജ്യത്ത് അതിൽ എൻട്രി സ്റ്റാമ്പ് കാർനെറ്റ് വെച്ച് നമ്മൾ എൻട്രി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ബോർഡറിൽ നമ്മളതിൽ എൻട്രി സ്റ്റാമ്പ് എക്സിറ്റ് സ്റ്റാമ്പ് തിരിച്ച് ഫൈനൽ ദുബായിലോട്ട് വരുമ്പോൾ അതിൻ്റെ എൻട്രി സ്റ്റാമ്പ് നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. തിരിച്ച് എൻട്രി സ്റ്റാമ്പ് അടിച്ച് നമുക്ക് ഈ കാർനെറ്റ് ഇതേ സ്ഥലത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പേയ്മെന്റ് റീഫണ്ട് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പം റോഡ് യാത്ര എന്നാണ് തുടങ്ങിയത്? ജൂലൈ 11th ഞങ്ങൾ സ്റ്റാർട്ട്. ജൂലൈ 11 എങ്ങനെയായിരുന്നു യാത്ര? ഇവിടെ നിന്ന് എങ്ങനെയാണ് പോയത്? ദുബായിൽ നിന്ന് ഞങ്ങൾ ഇറാൻ, അത് ഫെറി ആയിരുന്നു പോയിട്ടുള്ളത്. ഫെറി നമുക്ക് 8 hours ശരിക്കും ഫെറി ഉള്ളത്. പക്ഷെ അന്ന് ഞങ്ങളെല്ലാം ഡിലേ ആയതുകൊണ്ട് ഞങ്ങളുടെ ഫെറിയും ഡിലേ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 24 hours ഫെറിയുടെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു. പക്ഷേ എന്നാലും യാത്രകൾ ഉഷാറായിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇറാനിൽ ക്ലിയറൻസ് ചെയ്ത് നമ്മൾ ഇറാനിൽ പിന്നെ ബന്ദർ-അബ്ബാസിൽ ചെന്നിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ ബന്ദർ-അബ്ബാസിൽ ഷിറാസ്, ഇസ്ഫഹാൻ, അങ്ങനെ തെഹ്റാൻ വഴി ബസർഗർ എന്ന് പറഞ്ഞ ബോർഡറിലാണ്. ഇറാൻ്റെ ബോർഡർ ടർക്കിയുടെ ബോർഡറാണ്. പിന്നെ അവിടെ നിന്ന് ടർക്കിയാണ് വരുന്നത്. ഇറാനിലെപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒന്നും അലൗഡ് അല്ല, ആക്സസബിൾ അല്ല. പിന്നെ കാർഡുകൾ ആക്സസബിൾ അല്ല. പിന്നെ അവിടുത്തെ ലോക്കൽ കറൻസി വേണം. പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ അവർ ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകളുണ്ട്. അത് മാത്രമാണ് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ്? അത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നു. കുറേ അവരുടെ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് തന്നിട്ടാണ് നമ്മളത് ചെയ്തു തന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഫ്യൂല് ഭയങ്കര ചീപ്പാണ്. നമ്മൾ 5 dirhams പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വണ്ടിയുടെ ഫുൾ ടാങ്ക് കുറച്ച് പെട്രോൾ കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവരാൻ പറ്റില്ല. ബോർഡറിൽ ഭയങ്കര രസമാണ്. കാരണം നമ്മൾ എക്സിറ്റ് ആവുന്ന ബോർഡറിൽ ഞങ്ങൾ വിചാരിച്ചത് ഫുൾ ചെയ്തിട്ട് പോകും. കാരണം കിടക്കുന്നത് തുർക്കിയിലേക്കല്ല, അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്.
അപ്പോൾ ഞങ്ങൾ വണ്ടി ഫുള്ളാക്കിയിട്ട് പോയി. ആ. ഫുള്ളാക്കിയിട്ട് പോയപ്പോൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ആദ്യം പെട്രോളിൻ്റെ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ അങ്ങനെ. അവിടെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ കാശ് അവിടെ കൊടുത്തിട്ടേ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ആ, ആ, ആ. അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ആ, അത് കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. മറ്റേ നമ്മളിപ്പോൾ ഇവിടുന്ന് UAE നിന്ന് ഒമാനിൽ പോകുമ്പോൾ ഒമാനിൽ UAE നോക്കുകയാണെങ്കിൽ കുറച്ച് ചീപ്പറാണല്ലോ. അപ്പോൾ അവിടുന്ന് ഫുൾ ടാങ്ക് തിരിച്ചു അടിച്ചിട്ടാണല്ലോ വരാറുണ്ട്. എല്ലാവരും അതെ അതെ അതെ. അത് പക്ഷെ അവിടെ ബോർഡറിൽ നമ്മൾ എക്സിറ്റ് അടിക്കുന്ന ബോർഡറിൽ തുർക്കിയുടെ ബോർഡറിൽ ബോർഡർ. ഇറാൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഏത് വണ്ടിയാണോ ചോദിച്ചാൽ അവർക്കൊരു താരിഫ് ഉണ്ട്. ആ കാശ് ബാങ്ക് കൊണ്ടു കൊടുത്ത് അവിടുന്ന് റെസീറ്റ് വാങ്ങിച്ച് കസ്റ്റംസ് കൊണ്ടു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കണ്ടിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഓഹോ, അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇറാനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വളരെ നമുക്ക് ഇറാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പിക്ചറുണ്ട്. പക്ഷേ നമ്മൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല കിട്ടുന്ന സ്നേഹമുള്ള മനുഷ്യന്മാരാണ് അവിടെയുള്ള ആളുകൾ. യാത്ര ഒരുപാട് ഇപ്പോൾ എസ്പെഷ്യലി ഇന്ത്യക്കാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളുകളാണ് അവർ. എല്ലാ സഹായവും ഇപ്പോൾ ഈ ഇന്ത്യക്കാരെന്നല്ല, അവർ എല്ലാ സഹായവും എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രയിൽ. ആ, ഒരുപാട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും വഴിയോ ചോദിക്കുന്ന സമയത്തൊക്കെ അവർ നമുക്ക് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് കൗതുകരമായിട്ട് തോന്നിയത് വണ്ടിയിൽ തന്നെ ഗ്യാസ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ കുക്ക് ചെയ്യുക. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. നമ്മളിപ്പോൾ എല്ലാവരും കൂടി സഹായിച്ചിട്ടാണെങ്കിൽ പോലും കുക്ക് ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്നത് അതെ അതെ. അതൊരു മറ്റൊരു അതുകൊണ്ട് തന്നെ അനുഭവം നമുക്ക് ആ തന്നെയല്ലേ. ട്രിപ്പ് ഒരിക്കലും ബോറിംഗ് അല്ല. നമ്മളൊരു 60 ഡേയ്സ് ഇപ്പോൾ ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ 60 ദിവസമൊക്കെ നിങ്ങൾക്ക് ബോറിംഗ് ആവില്ലേ, ബോറടിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. നമ്മൾ ഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു വെക്കേഷനിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലഞ്ചും ഉണ്ടാക്കും. ആ, അത് രണ്ടും ഉണ്ടാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ച് നമ്മൾ വണ്ടിയിൽ എടുത്ത് വെക്കും, നമ്മൾ യാത്ര തുടങ്ങി യാത്ര മോർണിംഗ്. വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ നല്ല ലൊക്കേഷൻ നോക്കി ക്യാമ്പിംഗ് ഏരിയ നോക്കി നമ്മൾ ഉം. ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നു. അതിനിടയ്ക്ക് നമ്മൾ കാണുന്ന ലൊക്കേഷനിൽ നിർത്തുന്നുണ്ട്, ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള സ്ഥലങ്ങൾ സെർച്ച് ചെയ്ത് നമ്മൾ അവിടെ പോകുന്നുണ്ട്. പ്ലാൻ ചെയ്ത് റൂട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഓക്കെ. ആ, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയൊക്കെ കവർ ചെയ്യണം, ഏതൊക്കെ റൂട്ടിൽ കവർ ചെയ്യണം എന്നുള്ളത് ഉം. നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം കോസ്റ്റൽ ഏരിയയും അതുപോലെ വില്ലേജും പിന്നെ കൺട്രി സൈഡുകളായിരുന്നു നമ്മൾ ചൂസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമല്ലോ പഠിക്കാം. സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി പഠിച്ചതിന് ശേഷം മാത്രമല്ലേ യാത്ര പുറപ്പെടൂ? അതെ അതെ. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ദൈവം സഹായിച്ച് നമുക്ക് ഞങ്ങളുടെ യാത്രയിൽ ഈവൻ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഇൻസിഡൻ്റ് അല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ഒരു രൂപത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. വണ്ടിയിൽ നിന്നായാലും നാട്ടുകാരിൽ നിന്നായാലും ഒന്നും ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഈവൻ ഞാനത് ചോദിക്കാൻ കാരണം പലപ്പോഴും പലരും പറയാറുണ്ട്, ഇപ്പോൾ ടെൻറ്റ് ചെയ്ത് രാത്രിയൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇല്ല. നമുക്ക് അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ടെൻറ്റ് കെട്ടിയൊക്കെ താമസിക്കുന്നത്. അപ്പം അത് ക്യാമ്പിങ്ങിനെ പറ്റി ക്യാമ്പിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻഫോർമേറ്റീവ് ആയ കാര്യമാണ് ഞാൻ പറയാൻ നിൽക്കുകയെന്നാണ്. അത് നമ്മളിപ്പോഴും ക്യാമ്പ് ചെയ്യുന്നത് ഒരു ഓപ്പൺ ഏരിയയിലല്ല, അതെ. ഇതൊരു പ്രൈവറ്റ് അധിക സ്ഥലങ്ങളാണ്. നമ്മളൊരു പേ ആൻഡ് യൂസ് എന്ന രൂപത്തിലുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ റോഡ് സൈഡിലല്ല, നമ്മൾ അത് അലൗഡ് അല്ല. ഈവൻ യൂറോപ്പിലൊന്നും പിന്നെ റോഡ് സൈഡുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് സ്ഥലങ്ങളിലോ ക്യാമ്പിംഗ് അലൗഡ് അല്ല. അലൗഡല്ല. മിനിമം 2000 യൂറോ ഫൈനാണ് നമ്മൾ അങ്ങനെ ക്യാമ്പിംഗ് ചെയ്തത്. ക്യാമ്പിങ്. അപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് വാഷ്റൂമുകൾ ഉണ്ടാവും, കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുരക്ഷിതമാണ്. അതുണ്ട്. അതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെയാണ്. അവിടെ നമുക്ക് വണ്ടി കൊണ്ട് പോകും, നമുക്കൊരു സ്പെസിഫിക് ഏരിയ നമുക്ക് ചൂസ് ചെയ്തിട്ട് അത് ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും. അത് ഒരു ഓർഗനൈസ്ഡ് പിന്നെ വെൽ നോൺ അങ്ങനത്തെ ഒരു പ്ലേസ് ഒന്നും അല്ല. പക്ഷേ അതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. അവിടെ നല്ല എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ട് ആ സേഫ്റ്റി എപ്പോഴും ഓക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ്. പിന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, പല തരത്തിലുള്ള ആളുകളുണ്ട്, അപരിചിതരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം സുരക്ഷാ പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ UAE താമസിച്ച് പോകുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് വണ്ടി ലോക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ അത് പോകുന്നവരാണല്ലോ. എപ്പോഴും യൂറോപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, അവിടെ ഒരുപാട് ഹോംലെസ് ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഈ കോയിൻസൊക്കെ നമ്മൾ ചെറിയ കോയിൻസൊക്കെ കറൻസിയൊക്കെ നമ്മൾ എപ്പോഴും വണ്ടിയുടെ മുകളിലൊക്കെ വെക്കുന്നത്. അവിടെ ഈ ആളുകൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളുകളുണ്ട് അവിടെ ഈ റോഡ് സൈഡിലുള്ള. അവർ ഗ്ലാസ് കുത്തി പൊട്ടിച്ചിട്ട് ഇതെടുത്ത് കൊണ്ടിട്ട് പിന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡേഞ്ചറസ് ആണ്. എപ്പോഴും വണ്ടി നമ്മൾ പുറത്ത് നിർത്താൻ പാടില്ല. റോഡ് സൈഡിലൊക്കെ നിർത്തുമ്പോൾ നമുക്കൊരു പിന്നെ അതുപോലെ അത് അങ്ങനത്തെ ഒരു തെറ്റണിങ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ക്യാമ്പിംഗ് ഏരിയയിലായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം നമ്മളെപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ക്യാമ്പിംഗ് ഏരിയ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. 2004 UAE വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്നത്? ആരാണ് ഒരു റോൾ മോഡൽ? 2003 ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഖത്തറിലോട്ട് പോയിരുന്നു. ഖത്തറിൽ നമ്മുടെ ഫാമിലി ഫാദറിനോക്ക് ബിസിനസ് ഉണ്ടായിരുന്നു.
അവിടെയാണ് ഞാൻ പിന്നെ ഈ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ ഒരു വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2004 ദുബായിൽ ഞങ്ങളുടെ ഓഫീസ് തുടങ്ങുന്നത്. 3 പേരുമായിട്ടാണ് തുടങ്ങിയത്. ഭാര്യ വൈഫ് മുനീറയും ബികോം ആണ്. അപ്പോൾ അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് നല്ല സപ്പോർട്ടാണ് ഓഫീസിൽ. നമ്മുടെ തന്നെ കൂടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് യുഎയിലേക്ക് വരുന്നവർ, ബിസിനസ് തുടങ്ങുന്നവർ ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഏതൊരു ബിസിനസ്സിനും ഒരു സാച്ചുറേഷൻ പീരീഡ് കൊടുക്കണമല്ലോ നമ്മൾ, അതൊരു അതെ അതെ ബിസിനസ്. അതെ അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവരെ പോലെ തന്നെ സ്ട്രഗിളിങ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2004 തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിൽ ഓൾമോസ്റ്റ് 20 വർഷത്തിന് മുകളിലായി ഞാൻ ഈ ഇൻഡസ്ട്രി തുടങ്ങിയിട്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ സർവീസ് ഇൻഡസ്ട്രിയാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പം എ ടു സെഡ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇമ്പോർട്ടൻ്റ് തന്നെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നല്ലൊരു ടീം കൂടെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ഇതും കൂടി വേണം പറയാം. ഈ യാത്രയിൽ അതെ അതെ കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബിസിനസ് നടക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് ഒരു 60 ദിവസത്തെ ട്രിപ്പ് പോയത് എന്നുള്ളത്. നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ടീം നല്ലൊരു സപ്പോർട്ടീവ് ആയിരുന്നു ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിട്ടു നിൽക്കുമ്പോൾ അല്ലെ, ഇത്രയും ദിവസം വിട്ടു നിന്നു എന്നുള്ളത് ഇവർ മാനേജ് ചെയ്യും. ടെക്നോളജി ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ്. ഇപ്പം സംബന്ധിച്ചോളം നമുക്ക് ടെക്നോളജി ഉണ്ട്. അതെ നമുക്ക് എവിടെ ഇരുന്നാലും നമ്മുടെ ബിസിനസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള ടെക്നോളജി വളർന്നതുകൊണ്ട് അതൊരു വലിയൊരു സഹായമായിരുന്നു. ഇമെയിൽ ആണെങ്കിലും ടെലിഫോൺ ആണെങ്കിലും ഇന്റർനെറ്റ് നമ്മൾ ആണെങ്കിലും അവൈലബിൾ ആണല്ലോ അവൈലബിൾ ആണ്. ഏത് സമയത്തും ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഇന്റർനെറ്റ് ഉള്ള സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെയാണോ എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ടീച്ചറൊക്കെ ആണെങ്കിൽ ഡെയിലി സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് ബോറടിക്കില്ലേ. ഇതാവുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളത് ശരിക്കും ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഇപ്പം ബിസിനസ്സിൽ ഏറ്റവും സക്സസ് ആയതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെയാണല്ലേ? എപ്പോഴും എല്ലാ ദിവസവും പുതിയ പുതിയ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് അങ്ങനെയാണ്. നമ്മുടെ കസ്റ്റമേഴ്സും തന്നെ നല്ല പിന്നെ സർവീസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഒരു പുതിയ തലമുറ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു തലമുറയോട് ഇപ്പോൾ പറയാനുള്ളതും അത് തന്നെയാണല്ലേ? എങ്ങനെയാണ് ഒരു പ്രശ്നങ്ങൾ പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലായിട്ട് ടെൻഷനാണ്. ഇത് എങ്ങനെ അവർ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പോലും അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു പ്രശ്നം വന്ന് ഒരു ഷിപ്മെൻറ്റ് എങ്ങനെ ഡിലേ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ആൻസർ ചെയ്യാത്ത ഒരു മെൻറ്റാലിറ്റിയാണ് പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയുന്നത് ഫോൺ എടുത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ മിസ്റ്റേക്കുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആണെങ്കിലും നമ്മളതിനെ പറ്റി ഒരു ആൻസർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്യൂൻ ഉള്ള ആൻസറാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളവിടെ. അപ്പോൾ അത് കൊടുത്താൽ അവരെ സംബന്ധിച്ചോളം അതൊരു പ്ലസ് ആയിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ഏതൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ്സുകാരനെ പോലെ തുടക്കകാലത്ത് ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ 20 വർഷത്തോളായി 2004 എന്ന് പറയുമ്പോൾ കറക്റ്റ് 21 വർഷം. അതെ അതെ അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനെയും പോലെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാണ് മാനേജ് ചെയ്തതും സർവൈവ് ചെയ്തതും? അന്ന് മാക്സിമം ചിലവ് കുറച്ച് മാക്സിമം സർവീസ് കൊടുത്ത് ചെയ്യാന്നുള്ളത് തന്നെ ആയിരുന്നു. അന്ന് പിന്നെ സ്ട്രെങ്ത് കുറവായിരുന്നു. അതുകൊണ്ട് ബിസിനസ് അത്യാവശ്യം ഒരു നല്ല രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത്. പിന്നെ കൂടെയുള്ള ആളുകളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടും പിന്നെ ദൈവം സഹായിച്ച് അൽഹംദുലില്ലാ. അതെ, ഏത് ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പൊ പറഞ്ഞു ഫാദർ ഇൻ ലോ ആണ്, അദ്ദേഹം തന്നെയാണ് എപ്പോഴും ഞാൻ റോൾ മോഡലായിട്ട് എൻ്റെ ഫാദറിലോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയായിരുന്നു എനിക്ക് ഈ ബിസിനസ്സിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബിസിനസ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതും, ഒരു ക്ലയൻറ്റിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും, ഒരു സ്റ്റാഫിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ സ്റ്റാഫിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും ഞാൻ എല്ലാം നോക്കി കണ്ടുപഠിച്ചത് എൻ്റെ ഫാദറിലോ ആയിരുന്നു. പുള്ളി ഇതേ ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നു മാത്രം. ഇപ്പോൾ 85 രാജ്യങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്തത്. ഇനി ഇപ്പോൾ നമുക്ക് പോകണം എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? വീണ്ടും പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, നോർവേക്ക് ഒന്നുകൂടി പോകണം. എനിക്ക് തോന്നുന്നു കുറേ വീഡിയോസ് കയ്യിലുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള നോർവേ. നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്നത്, പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ കലണ്ടറിലൊക്കെ ഫോട്ടോസൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ സേവറിലൊക്കെ കണ്ടിട്ടുള്ള ഫോട്ടോസ് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് നോർവേ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പരമാവധി അത്തരം രാജ്യങ്ങളോടാണ് സ്കോട്ട്ലാൻഡും താല്പര്യം. നോർവേയും. അതെ അതെ തീർച്ചയായിട്ടും. ഇനി ആ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഏതാണ്? അങ്ങനെയുണ്ടോ മനസ്സിൽ? ഒരുപാട് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ 196 രാജ്യത്തും പോകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളൊക്കെ കവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ പ്ലാനിങ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു ഏഷ്യൻ ട്രിപ്പ്. അതായത് റഷ്യ വഴി തിരിച്ച് അസർബൈജാൻ, കിർഗിസ്ഥാൻ ബൈ റോഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വൈഫ് ചോദിക്കാറുണ്ട് ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നുള്ളത്. നമ്മൾ യാത്രകൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒന്നെങ്കിലും നടക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരിക്കലും യാത്രകൾ അവസാനിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴേ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ.
ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ അറിവിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും യാത്രകളോട് ചേർത്ത് നമ്മൾ വായിക്കുന്ന ഒരു പേര് സന്തോഷ് ജോർജ് കുളങ്ങരയുടെയാണ്. സാറിനെ അതെ. കാണാറുണ്ടോ? എങ്ങനെയാണ്? മുമ്പ് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? മുമ്പ് എപ്പോഴും ടി വിയിൽ കണ്ടിരുന്ന ഒരു കാലത്ത് ഞാൻ സഞ്ചാരം പരിപാടികൾ കണ്ടിരുന്ന ഒരാളാണ്. ഇവൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉപ്പ ഇരുന്ന് ഉപ്പാക്കും ഇതേപോലെ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ ഉപ്പ എപ്പോഴും കാണാറുണ്ട് സഞ്ചാരം. ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ ടി വിയുടെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ സഞ്ചാരം ടി വി കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു അവതരണവും പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം. യാത്ര വരുന്നത് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ആ സ്റ്റൈൽ, അതായത് എങ്ങനെയായിരുന്നു യാത്രയെ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതും, ഈ ടെക്നോളജി ഒക്കെ വരുന്ന മുമ്പ്, ഈ സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് യാത്ര യാത്ര ചെയ്ത ഒരാളാണ്. അത്രയും രാജ്യങ്ങൾ കവർ ചെയ്ത കവർ ചെയ്തു ഒരാളാണ്. എന്നുള്ളത്. ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. വളരെ താങ്ക് യു. സന്തോഷം. താങ്ക് യു.